പ്രിയപ്പെട്ടവരെ, കേരളം ഇന്ന് പ്രധാനമായി ചർച്ച ചെയ്യുന്നൊരു വിഷയം ആനക്കാംപൊയിൽ മേപ്പാടി തുരങ്കപാതയുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. അവിടെ ഉണ്ടായ മണ്ണിടിച്ചിൽ, അവിടെ മരണപ്പെട്ട ബോഡി ലഭിച്ച 6 പേർ, ഇതിനെ സംബന്ധിച്ചെല്ലാം തന്നെ വളരെ വലിയ ചർച്ചകളാണ് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ ടണൽ പ്രൊജക്റ്റിനെ സംബന്ധിച്ച് ടണൽ പ്രൊജക്റ്റ് വേണ്ടത്ര പരിസ്ഥിതി ആഘാത പഠനം നടത്താതെയാണ് എന്നുള്ള രീതിയിലേക്ക് ചർച്ചയെ കൺവെർട്ട് ചെയ്യുന്ന രൂപത്തിലേക്കാണ് പൊതുവെ സർക്കാർ സംവിധാനങ്ങളെല്ലാം തന്നെ ഈ കാര്യത്തെ കൊണ്ടുപോകുന്നത്. യഥാർത്ഥത്തിൽ നമുക്കറിയാം, 30 വർഷം പഴക്കമുള്ളൊരു ആവശ്യമായിരുന്നു താമരശ്ശേരിക്ക് പകരമായി, താമരശ്ശേരി ചുരത്തിന് പകരമായിട്ടുള്ളൊരു ബദൽ പാത കേരളത്തിൽ വേണമെന്നുള്ളത്. ആ ബദൽ പാത എന്നുള്ള ആവശ്യമാണ് 2022 ആനക്കാംപൊയിൽ മേപ്പാടി തുരങ്കപാതയിലേക്ക് എത്തി നിൽക്കുന്നത്. 2016 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ ആ ഒരു വാഗ്ദാനം നടപ്പിലാക്കുന്നതിന് വേണ്ടി മുന്നോട്ട് പോയി. 2019 കൊങ്കൺ റെയിൽവേ കോർപ്പറേഷന് അതിൻ്റെ DPR ഉണ്ടാക്കുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തി. കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള കിറ്റ്കോ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അവിടെ നടത്തിയ പരിസ്ഥിതി ആഘാത പഠനങ്ങൾ, ആ പരിസ്ഥിതി ആഘാത പഠനങ്ങളുടെ വെളിച്ചത്തിൽ 2022 വെച്ച റിപ്പോർട്ട്, ഇതിനെല്ലാം ബേസ് ചെയ്തുകൊണ്ടാണ് 2022 സർക്കാർ 2154 കോടി രൂപയോളം അനുവദിച്ച് ആനക്കാംപൊയിൽ മേപ്പാടി തുരങ്കപാത എന്ന പ്രൊജക്റ്റിലേക്ക് നീങ്ങുന്നത്. വളരെ കൃത്യമായ പഠനങ്ങൾ 2016 മുതൽ സമയമെടുത്ത് 2022 വരെ അതിൻ്റെ പഠനങ്ങൾ പൂർത്തീകരിച്ച് കൊണ്ടുപോയൊരു പ്രൊജക്റ്റ്, ആ പ്രൊജക്റ്റിനെ തകിടം മറിക്കുന്ന രൂപത്തിലേക്കാണ് ഈ ചർച്ചകളെല്ലാം തന്നെ എത്തിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ടായിട്ടുള്ള വിഷയം എന്താണ്? ജൂൺ മാസത്തിൽ മഴ കനക്കുന്നതോടുകൂടി അവിടെ മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ട് എന്നുള്ളത് അവിടുത്തെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർപേഴ്സൺ കൂടിയായിട്ടുള്ള വയനാട് ജില്ലാ കളക്ടർ പൊതുമരാമത്ത് ഡിപ്പാർട്ട്മെൻറ്റിനെ ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടുള്ളതാണ്. എന്നാൽ ആ അറിയിപ്പ് സർക്കാർ സംവിധാനങ്ങൾ ഗൗരവത്തിലെടുക്കാതെ പൊതുമരാമത്ത് വിഭാഗവും സർക്കാരിനെ ഇത് അറിയിച്ചിട്ടുള്ളതാണ് അവിടെ പരിശോധിച്ചതിന് ശേഷം. പക്ഷേ ആ പരിശോധനയ്ക്ക് ശേഷം സർക്കാരിന് കൊടുത്ത റിപ്പോർട്ടിന് മുകളിൽ സർക്കാർ ഒരു നടപടിയും എടുക്കാതെ അവിടെ മണ്ണ് മാറ്റുന്നതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യാതെ, ചെരിവ് കുറയ്ക്കാൻ ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യാതെ മുന്നോട്ടേക്ക് പോയി എന്നുള്ളതാണ് ഈ മണ്ണിടിച്ചിലിന് കാരണമായിട്ടുള്ളത്. ഇതിനു മുമ്പും ഇത്തരത്തിലേക്കുള്ള മുന്നറിയിപ്പുകൾ വരുന്ന സമയത്ത് സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകൾ എങ്ങനെയാണ് കാര്യക്ഷമമായി ഇടപെട്ടിരുന്നത് എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ എല്ലാ മുന്നറിയിപ്പും ഉണ്ടായിട്ടും അതിനെ തൃണവൽക്കരിച്ചുകൊണ്ട് ഇവിടെ നടത്തിയ ഒരു ഏർപ്പാട്, ആ ഏർപ്പാടിനെ സാധൂകരിക്കുന്ന രൂപത്തിലേക്ക് ചർച്ച മുന്നോട്ടേക്ക് പോകുമ്പോൾ അതിനെ അടയ്ക്കാൻ വേണ്ടി ഇത്തരത്തിലേക്കുള്ള ചർച്ചകൾ കൊണ്ടുവരികയാണ്. മഴക്കൂട്ടിട്ട് വാർത്താ സമ്മേളനം നടത്തിയത് കൊണ്ടൊന്നും തന്നെ ഈ ഒരു വിഷയത്തെ, അതിൻ്റെ ഗൗരവത്തെ നമുക്ക് കാണാതെ പോകാൻ സാധിക്കുകയില്ല.